കഞ്ചിക്കോട് സ്കൂളിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പാലക്കാട് കഞ്ചിക്കോട് UP സ്കൂളിലെ വിദ്യാർത്ഥികളെ PT പീരീഡിൽ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിന് കായികാധ്യാപകൻ സാദിഖ് മർദ്ദിക്കുകയും ഒരു വിദ്യാർത്ഥിയുടെ വിരലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ മർദ്ദിച്ചത് കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അംഗങ്ങൾ വ്യക്തമാക്കി. ഈ സ്കൂളിലെ 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു അധ്യാപകൻ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. വടികൊണ്ട് അടിക്കപ്പെട്ടുവെന്നും കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തി എന്നുള്ളതാണ് ഞങ്ങൾ കുട്ടികളിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടത്. ആ കുട്ടികൾക്ക് യഥേഷ്ടം പഠിക്കുവാനുള്ള ഒരു സാഹചര്യം അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സംഭവത്തിൽ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് B മോഹൻകുമാർ, ഡോക്ടർ F വിൽസൺ, KK ഷാജു എന്നിവർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അധ്യാപകൻ സാദിഖിനെ കഞ്ചിക്കോട് നിന്നും പട്ടാമ്പി സ്കൂളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ജനം, പാലക്കാട്.